I am an anti-right wing man. രാഷ്ട്രീയ പാർട്ടികളെ ആശയാടിസ്ഥാനത്തിൽ ഇടത് വലത് പക്ഷങ്ങളായി തിരിച്ചിരിക്കുന്നു. ഫ്രഞ്ച് റവല്യൂഷൻ്റെ സമയത്താണ് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്പെക്ട്രം ആദ്യമായി രൂപം കൊള്ളുന്നത്. വലതുപക്ഷക്കാർ ട്രഡീഷണലായ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവരും രാജ്യത്തിനൊരു ഒഫീഷ്യൽ മതം വേണമെന്ന് വാദിക്കുന്നവരും അതുപോലെ തന്നെ ക്യാപിറ്റലിസം, ഡെത്ത് പെനാൽറ്റി പോലുള്ളവയെ സപ്പോർട്ട് ചെയ്യുന്നവരും സെയിം സെക്സ് മാരേജ്, ഇമിഗ്രേഷൻ, അബോർഷൻ എന്നിവ എതിർക്കുന്നവരുമാണ്. എന്നാൽ ഇടതുപക്ഷക്കാർ പ്രോഗ്രസീവായ ലിബറൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവരും ഒരു സെക്കുലർ സ്റ്റേറ്റ് വേണമെന്ന് കരുതുന്നവരും ക്യാപിറ്റലിസം, ഡെത്ത് പെനാൽറ്റി പോലുള്ളവ എതിർക്കുന്നവരും സെയിം സെക്സ് മാരേജ്, ഇമിഗ്രേഷൻ, അബോർഷൻ എന്നിവ സപ്പോർട്ട് ചെയ്യുന്നവരുമാണ്. ലെഫ്റ്റ് വിങ് പാർട്ടികൾക്ക് ഉദാഹരണമായി US-ലെ ഡെമോക്രാറ്റിക് പാർട്ടിയും ഇന്ത്യയിൽ CPIM-നെയും കാണാൻ സാധിക്കും. റൈറ്റ് വിങ്ങിൽ ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയും BJP, ശിവസേന എന്നീ പാർട്ടികളെയും കാണാൻ സാധിക്കും. ഇടതു വലതാശയങ്ങളുടെ നടുക്കായി നിലകൊള്ളുന്ന പാർട്ടികൾക്കൊരുദാഹരണമാണ് സെൻട്രിസ്റ്റ് ലെഫ്റ്റ് പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇടതു വലത് ആശയങ്ങളുടെ എക്സ്ട്രീം ലെവലിലോട്ട് പോയാൽ അതൊരു ഡിക്റ്റേറ്റർഷിപ്പിലോട്ട് നയിക്കും. അതിനുദാഹരണമായി ലെഫ്റ്റ് എക്സ്ട്രീമിസ്റ്റായ മാവോവിനെയും സ്റ്റാലിനെയും റൈറ്റ് എക്സ്ട്രീമിസ്റ്റായ ഹിറ്റ്ലറിനെയും മുസോളിനെയും നമുക്ക് കാണാൻ സാധിക്കും.